അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെ ഇഷ്ടത്തിനു വേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടി പെണ്ണ് കാണാൻ പുറപ്പെട്ട ഷമ്മാസ്. അതെ, വഴിയിൽ വെച്ച് ജമീല താത്താക്ക് ഒരു കോൾ വരികയാണ്. ഷമ്മാസിൻ്റെ ഉമ്മ വളരെയധികം സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്ന്. മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മോൻക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ മകൻക്കും വേണമല്ലോ ഒരു ജീവിതം. എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഷമ്മാസിനെയും കൂട്ടിയിട്ട് ഉമ്മ ജമീല താത്തയുടെ കൂടെ പോവുകയാണ് തൻ്റെ ഷമ്മാസിന് പെണ്ണ് കാണാൻ. പെട്ടെന്നാണ് ജമീല താത്താക്ക് കോൾ വന്നത്. ഒരു നിമിഷം ജമീല താത്താക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മയും ഷമ്മാസും നിശബ്ദമായി നിന്നു. ജമീല താത്ത പറയുന്നത് എങ്ങനെയായിരുന്നു? ആണോ? ആഹാ, അതെന്തേ? ആ, പടച്ചോനെ, എന്ത് പണിയാപ്പത്? ഇതൊരു ചതിയായി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ നിന്ന് പറയണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ പോന്ന് കുറച്ചങ്ങോട്ട് എത്താനായി തുടങ്ങി. അവനാൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനും വേണ്ടി വന്ന് ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? എനിക്കറിയണില്ല. ആയിക്കോട്ടെ എന്നാ, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ഫോൺ കട്ട് ചെയ്യുന്നു. ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഉമ്മാക്കും ഷമ്മാസിനും ഏകദേശം എന്തൊക്കെയോ ഒരു ധാരണ പിടികിട്ടി. സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമാണ് ആ സമയത്ത് വന്നത്. പക്ഷേ ഉമ്മയുടെ മനസ്സിലാകട്ടെ വളരെയധികം സങ്കടവും. ഉമ്മ ചോദിച്ചു, ജമീല, എന്തു പറ്റിയടി? ആരാ വിളിച്ചത്? അവിടെ നിന്നാണ് വിളിച്ചത്? താത്ത, അത് എന്തിടി പറയേ, എന്താ പറ്റിയത്? എന്ത് സംഭവിച്ചത്? താത്ത, എങ്ങനെ ഞങ്ങളോട് പറയാ? എന്താണെന്ന് വെച്ചാൽ കാര്യം പറയേ. മോനെ ഷമ്മാസേ, എൻ്റെ കുട്ടി ഒന്ന് വണ്ടി നിർത്തുമോ? എൻ്റെ കുട്ടി കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വരുമോ? ഉമ്മ, വെള്ളം അതാ വണ്ടിയിലുണ്ടല്ലോ. അതല്ല മോനെ, ഉമ്മാക്ക് ഒരു നാരങ്ങ വെള്ളം. അതാണ്. എന്തുമ്മ, പ്രഷർ കുറയുന്നുണ്ടോ? മോനെ, വണ്ടി നിർത്ത്. എവിടെയെങ്കിലും ഒരു ഷോപ്പുണ്ടോ പോയി വെക്കുന്നേ? ഉമ്മ, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ഇതാ ഇങ്ങനെ സ്ഥലങ്ങളാണ്. ഇനി ആ ഭാഗത്തുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഷമ്മാസതാ വണ്ടി സൈഡാക്കുന്നു. ഉമ്മാക്ക് ഒരു നാരങ്ങ സോഡ വാങ്ങിക്കൊടുത്താൽ ഒരു പക്ഷേ റെഡിയാവുമായിരിക്കും. ഷമ്മാസ് ധൃതിയിൽ വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ എവിടെയെങ്കിലും ഷോപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവൻ പോകുന്നതിനിടയിൽ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, ദൂരെ എങ്ങും പോവണ്ട, അവിടെ ഉണ്ടോ നോക്കിയാൽ മതി, എന്നിട്ട് പെട്ടെന്ന് വാ. സത്യം പറഞ്ഞാൽ അത് നാരങ്ങ സോഡയ്ക്ക് ഉമ്മക്ക് ആവശ്യമുണ്ടായിട്ടോ ഒന്നുമല്ലായിരുന്നു. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉമ്മ ആകെ ടെൻഷനായി. ആ ഒരു ടെൻഷനെ മോൻക്ക് ഏൽക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി നിർത്താൻ പറഞ്ഞതും ഷമ്മാസിനോട് ഇറങ്ങുവാൻ പറഞ്ഞതും. താത്ത, എന്തി നിങ്ങൾക്ക് പ്രഷർ കുറഞ്ഞോ അതോ കൂടിയോ? ഇത് കേട്ടപ്പോൾ ഇല്ല ജമീല, എന്താ ഈ വെച്ചാൽ കാര്യം പറയും. താത്ത, ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാം? കാരണം ആ മോന് ഷോപ്പിൽ നിന്ന് വന്ന് ഒരുങ്ങി നമ്മളൊക്കെ ഒരുങ്ങി ഇറങ്ങി ആകാംക്ഷയോട് ആദ്യമായിട്ടൊരു ഇതിന് പോവല്ലേ. താത്ത, ആ പെണ്ണുണ്ടല്ലോ, നമ്മൾ പെണ്ണ് കാണാൻ പോണേ, ഓള് പറയണേ എനിക്ക് ആരും വേണ്ട, എന്നെ ആരും പെണ്ണ് കാണാൻ വരണ്ട, ഞാൻ നിന്ന് കൊടുക്കൂല, ഞാനല്ല മുമ്പൊക്കെ പോവില്ല. നിങ്ങളോടാരാ എന്നോട് സമ്മതം ചോദിക്കാതെ വരാൻ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരാളുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഓള് പറയണത്. സുബ്ഹാനല്ലാ. എന്നാൽ ആ പെണ്ണിന് ഇത് ആദ്യം പറഞ്ഞുകൂടായിരുന്നു. പാവം, എൻ്റെ കുട്ടിയെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ഞാനാണ്. ഞാൻ എന്താ ജമീല ഓനോട് പറയാ? താത്ത, നിങ്ങൾ ബേജാറായില്ലേ? ഓനെ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാണ് കൂട്ടത്തിലുള്ളതല്ലേ. ഓനതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടാവില്ല. ജമീല, ഈ അങ്ങനെ പറയരുത്. എൻ്റെ കുട്ടീനെ ഞാനാണ് ഇതിനെ നിർബന്ധിച്ചത്. ഓനെ കൂട്ടാക്കിയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ പാതി വഴിയിൽ വെച്ച് പോവാന്ന് പറഞ്ഞാൽ ജമീല, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഈ എന്നോട് പറഞ്ഞാൽ എന്തേനോ നല്ല കുട്ടിയാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്, അങ്ങനെയാണ് എങ്ങനെയാണൊക്കെ. താത്ത, ഓരോ പെൺകുട്ടികളെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. ഓലിപ്പോൾ പുറത്തൊക്കെ അത് പറഞ്ഞെങ്കിലല്ലേ ഇന്നിപ്പോൾ പെണ്ണ് കാണാൻ വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോഴാണല്ലോ ഓള് പറഞ്ഞത്. കുറേ വീട്ടുകാർ പറഞ്ഞു നോക്കി, ഒന്നുമില്ല കണ്ടു പോയിക്കോട്ടെ, അതിനെങ്കിലും ഒന്ന് നിന്ന് കൊടുക്കണമെന്ന്.
പക്ഷേ ആ പെണ്ണ് സമ്മതിച്ചില്ല. ആ പെണ്ണ് പറയണല്ലോ, ഇന്നങ്ങനെ ഒരാളും കാണാൻ വരണ്ട, എനിക്ക് എൻ്റെ മനസ്സിലൊരാളുണ്ട്, അത് വേണമെങ്കിൽ മതി, അല്ലെ ഞാൻ കല്യാണം കഴിക്കണില്ല, അല്ലെ ഞാൻ പഠിക്കാൻ പോവാണ്, അങ്ങനെയൊക്കെയാണല്ലോ പറയണത്. പഠിച്ചോനെ, ഇങ്ങനെ തട്ടുത്തരം പറയുന്ന പെൺകുട്ടികളാണോ? അങ്ങനെയാകുമ്പോൾ പാവം എൻ്റെ ഷാമോന്. അല്ലാ, ഇനി എന്താ പോനോട് ഞാൻ പറയാം? ജമീല, ഇനി ഇതിനെക്കുറിച്ച് ഒന്നും ഈ പറയണ്ട കേട്ടോ. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു വാക്കും പറയണ്ട വണ്ടിയിൽ നിന്ന്. എന്തായാലും അറിയാനുള്ളതൊക്കെ അറിഞ്ഞില്ലേ? എന്തായാലും കുട്ടി രക്ഷപ്പെട്ടു. അഥവാ ഓനെങ്ങാനും ഇതിൽ പെട്ടുപോയി നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചില പെണ്ണുങ്ങൾക്കുണ്ട് ഒരു സ്വഭാവം, പഴയ ആൾക്കാർക്ക് വിളിക്കുക, ഓൾക്ക് കോൾ ചെയ്യുക, ഓൾക്ക് മെസ്സേജ് അയക്കുക, ഓൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ. പാവം ഈ പുതിയാപ്പിളാരാണെങ്കിൽ ഇതൊന്നും അറിയില്ല, ഓലെ പറ്റിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണോലുണ്ടാവും. പിന്നെ ഒരു ദിവസം കേൾക്കാം ഓൻ്റെ വൈഫ് വേറെ ഏത് ചെക്കൻ്റെ കൂടെ ചാടിപ്പോയിന്ന്. പഠിച്ചോനെ, അങ്ങനെയൊക്കെ വരും. എന്തായാലും അള്ള കാത്തു. പഠിച്ചോൻ്റെ കൃപ കൊണ്ടാണ് ഇത് വേഗം അറിഞ്ഞതും. പക്ഷേ എൻ്റെ കുട്ടി അറിയുമ്പോൾ ഓ നല്ലോണം വിഷമിക്കും. കാരണം എൻ്റെ നിർബന്ധത്തിനാണ് ഓന് പോകുന്നത്. താത്ത, നിങ്ങൾ വിഷമിക്കല്ലേ, നമ്മൾ അള്ളാഹു കാത്തുനിന്ന് വിചാരിച്ചാൽ മതി. ഇതെങ്ങാനും തലയിൽ പെട്ടിട്ടുണ്ടെങ്കിലോ? ഒരാളുടെ കൂടെ ജീവിക്കുക, മനസ്സ് മറ്റൊരാൾക്കും കൊടുക്കുക, അങ്ങനെ എത്രയോ കഥകളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. പാവപ്പെട്ട ചെക്കന്മാരും ഇതിൽ കുടുങ്ങും. ഈ പെൺകുട്ടികളെ ഓരോ സ്വഭാവം കണ്ട് പെട്ടെന്ന് ഷമ്മാസ് ഓടി വരുന്നു. ജമീല, ഇനിയൊന്നും പറയണ്ട കേട്ടോ, അതിനെക്കുറിച്ച് മോൻ വരുന്നുണ്ട്. ഉമ്മ, എന്തായി പ്രഷർ? ഉമ്മ, നാരങ്ങ സോഡ ഇവിടെ ഒന്നും ഷോപ്പില്ല, കുറച്ച് അപ്പുറത്തേക്ക് പോകണം, നടന്നാൽ എത്തൂല, അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോകാം. മോനെ, ഉപ്പുമ്മാക്ക് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തണലുള്ള സ്ഥലത്ത് നമുക്കൊന്ന് മാറി നിൽക്കാം കുറച്ച് സമയം കേട്ടോ. ഇപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ എ സിയിലൊക്കെ ഇരുന്നിങ്ങനെ പോയിട്ട് കുറച്ച് കാറ്റ് കൊണ്ടാലേ ഉമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ ഉമ്മ, ഉമ്മ വെള്ളം കുടിക്കുക, നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്താണ് ഷോപ്പ്, അവിടെ നിന്നും വാങ്ങിത്തരാം. ഷമ്മാസ് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. ജമീല താത്തിയോട് ഉമ്മ ആംഗ്യം കാണിച്ചു, ഇനിയൊന്നും മിണ്ടണ്ട എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോപ്പ് കാണുന്നു. ഷമ്മാസ് അവിടെ വാഹനം ഒതുക്കി നിർത്തുവാൻ വേണ്ടി നിൽക്കുന്നു. വേണ്ട മോനെ, മോന് വിട്, കുറച്ച് ഒഴിഞ്ഞൊരു തണലുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം, അവിടെ പോയിരുന്നെന്ന് നമുക്ക് സംസാരിക്കാം, അതാണ് നല്ലത്. മോനെ, ഒന്ന് വണ്ടി നിർത്തണം, തണലുള്ള സ്ഥലം കാണുമ്പോൾ കേട്ടോ, അവിടെ ഒന്ന് ഇരിക്കാനാണ് ഉമ്മാക്ക്. കുറച്ച് യാത്ര ചെയ്തപ്പോൾ ഒരു മരത്തിൻ്റെ തണൽ കണ്ടു. അവിടെ ഷാമോനത വണ്ടി നിർത്തുന്നു. ആ മോനെ, ഇവിടെ പറ്റും, ഇവിടെ ആകുമ്പോൾ കുറച്ചൊഴിഞ്ഞ സ്ഥലമാണ്, ഇവിടെ ഒന്നും അങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കട്ടെ, മറ്റേത് യാത്ര ഇങ്ങനെ ആകുമ്പോഴേ. ഉമ്മ, നാരങ്ങ സോഡ അത് ആ ഷോപ്പിലുണ്ടാവും, ഞാൻ വാങ്ങിയിട്ട് വരാം. മോനെ, ഇനി വേണ്ടടാ, ഇപ്പോൾ ഉമ്മ വെള്ളം കുടിച്ചു, ഇനിയിപ്പോൾ വേണ്ടായിട്ടാണ്, ഉമ്മ കഴിയൂല, നേരത്തെ എന്തൊക്കെയോ ഒന്ന് ടെൻഷനായിപ്പോയി, അതാണ്. ഹേയ് ഉമ്മ, മോന് പോയിട്ട് ഈ താത്താക്ക് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്നോ കേട്ടോ, എനിക്ക് വേണ്ട. ഉമ്മ, 2 പേർക്കും ഞാൻ കൊണ്ടുവരാം, കഴിക്കണം. അല്ലെങ്കിൽ ഉമ്മ, ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമുക്ക് ഹോട്ടലിൽ കയറാം, അതായിരിക്കും നല്ലത് അല്ലേ? അതൊന്നും വേണ്ടെന്നേ, നമ്മളിപ്പോൾ അതിനകത്ത് ദൂരൊന്നും പോന്നിട്ടില്ലല്ലോ, ജമീല താത്ത പറഞ്ഞു. അത് സാരല്ല ജമീല, നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവല്ലേ, പിന്നെ ചൂടുകാലം ദാഹം വിശപ്പൊക്കെ ഉണ്ടാവൂലേ? താത്ത, വിശപ്പൊന്നുമില്ല, വെള്ളത്തിനാണ് പൂതി, എത്ര വെള്ളം കുടിച്ചാലും പൂതി ഇടൂല, അത്രക്ക് ചൂടല്ലേ, അതുകൊണ്ട്. ഉമ്മ, എന്നാൽ നിങ്ങളവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരട്ടോ. ഉമ്മാക്ക് നല്ലൊരു സ്ഥലം സെറ്റാക്കി കൊടുത്ത് ഷമ്മാസ് ഏതോ ഒരു ഷോപ്പിലേക്ക് എന്തിനും വേണ്ടി കയറി. ATM ഒന്ന് പോകണം എന്ന് കരുതിയിരുന്നു. ഷമ്മാസ് പോയി എന്ന് ഉറപ്പായപ്പോൾ ഉമ്മ പറഞ്ഞു, ജമീല, എടി, സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് നല്ല സങ്കടം ഉണ്ടാവും, ആ സങ്കടം ഓനറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വണ്ടി നിർത്തിയതും ഓനെ പുറത്തേക്ക് പറഞ്ഞയച്ചതും. ഇതെങ്ങാനും കേട്ടാലേ ഈ പറയണത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാനാണ് എൻ്റെ മോനോടത് പറഞ്ഞത്. ജമീല വന്ന് പറഞ്ഞപ്പോൾ നല്ലതാണ് പറഞ്ഞപ്പോളേ വെറുതെ കളയണ്ടല്ലോ, എന്തായാലും നമുക്കൊരു കുട്ടീനെ വേണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ താത്ത, നിങ്ങൾ വിഷമിക്കല്ലേ, സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നോട് പോലെ നേരിട്ട് ഇങ്ങനെ നേരിട്ടും പറഞ്ഞു, പിന്നെയും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അടുത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങളത് വന്ന് നോക്കുമോ, എല്ലാം കൊണ്ടും നല്ല കുട്ടിയാണ്, തറവാടുണ്ട്, സ്വത്തുണ്ട്, സൗന്ദര്യമുണ്ട്, അതൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കുമോ എന്ന് പറഞ്ഞു. ജമീല, എൻ്റെ മോനെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ,
4 കാര്യങ്ങൾക്ക് നമുക്ക് പരിഗണന കൊടുക്കാം. തറവാട്, സ്വത്ത്, സമ്പത്ത്, അത് രണ്ടും ഒന്ന് തന്നെ. പിന്നെ സൗന്ദര്യം. ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ അത് 3 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് എൻ്റെ മോനെ പല വട്ടം എന്നോട് പറഞ്ഞതാണ്. ഞാനും എൻ്റെ വാക്കൊന്നും കേട്ടില്ല. എങ്ങനെയെങ്കിലും പറയാം, നല്ല കുട്ടിയെന്ന് ജമീല പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയാണ് കൂട്ടി കൊണ്ടുവന്നത്. അത് സാരല്ല താത്ത, എന്നാലും നമ്മൾ കഴിച്ചില്ലായിന്ന് വെക്കാം. കാരണം അതങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ഉറച്ച് കല്യാണം കഴിഞ്ഞ് പിന്നെ എത്ര സംഭവങ്ങൾ അങ്ങനെ. എൻ്റെ സ്വന്തം വീടിൻ്റെ അപ്പുറം അടുത്തൊരു വീട്ടിൽ ഒരു പെൺകുട്ടി അങ്ങനെയാണ്. നല്ല മുതൽക്കാലാണ്, കെട്ടിച്ചു കൊടുത്തോലും മുതൽക്കാർ വീട്ടുകാരും. അപ്പോൾ കല്യാണമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി. നല്ല സ്നേഹത്തിൽ. പെണ്ണാണെങ്കിലോ നല്ലൊരു കിളി പോലത്തെ പെണ്ണും. ആ പെണ്ണിനെ എങ്ങനെയാ വെച്ചാൽ പൊന്നു പോലെ നോക്കി പുതിയാപ്പിള. നല്ല സ്നേഹത്തിൽ ഒരു ജീവിക്കുകയാണ്. ഓളെ പഠിപ്പിക്കാൻ വിട്ടു. ഓൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ. പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. ഫസ്റ്റ് ഇയർ ആയിക്കണമെന്ന് എനിക്കറിയില്ല, +2 കഴിഞ്ഞതാണെങ്കിൽ ശരിക്കൊരു ഓർമ്മയില്ല. അങ്ങനെ അതുപോലെ തന്നെ ആ കുട്ടിക്ക് ലൈസൻസ് എടുക്കാൻ പറഞ്ഞയച്ചു. ലൈസൻസ് കിട്ടി, ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ അതുപോലെ തന്നെ ഒക്കെ റെഡിയായി. വണ്ടി പുതിയത് എടുത്തു കൊടുത്ത് ഓൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്. പിന്നെ ചെക്കന് ഗൾഫിലും പോയി. പുതിയാപ്പിള ഗൾഫിൽ പോയി. എപ്പോഴും ഇപ്പോൾ കുട്ടികളെ പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയണമെന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ഓളെ കൊണ്ടുപോകാമെന്നുള്ള നിലക്ക്. എന്തായാലും ആ പെൺകുട്ടിക്ക് നല്ല സുഖമാണ് എല്ലാം കൊണ്ടും. കോളേജിൽ രാവിലെ ആ ബൈക്കായിട്ട് പോവാം, വൈകുന്നേരം തോന്നുമ്പോൾ തിരിച്ചു വരാം. പിന്നെ അതുമല്ല, എവിടേക്കാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ, വണ്ടിമ്മേലാണ് പോവാലോ. അങ്ങനെ ഓളോളം ഇഷ്ടം പോലെയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനോടിങ്ങനെ ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ കാട്ടൽ തുടങ്ങി. ഗൾഫിൽ നിന്ന് ഇവൻ വന്നു അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഓനോടൊരു തീരെ ഇഷ്ടമില്ലാത്ത പോലെ. എന്തേലും പറയുമ്പോൾ ഒരു തട്ടുത്തരം പറയാം, ഓൻ വിളിക്കുന്നിടത്തേക്കൊന്നും പോകണില്ല, അങ്ങനെയൊക്കെ. അതിപ്പോൾ കുറച്ച് കാലം ഗൾഫിൽ പോയി നിന്നിട്ട് ടെൻഷൻ കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ നീ വരണം അങ്ങോട്ട്, നമുക്കിനി അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ക്ലാസ് അപ്പോഴേക്കും നീ ഡിഗ്രി കംപ്ലീറ്റ് ആവില്ലേ, അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി 2 ആളും കൂടി പോയി ഒക്കെ ചെയ്തു. പുതിയാപ്പിളച്ചക്കൻ പോയി 1 മാസമായപ്പോൾ തന്നെ ഓൾക്കുള്ള വിസയൊക്കെ റെഡിയാക്കി. അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഓളതാ ഓൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിലേക്ക് പോയി എല്ലാവരും നല്ല രീതിയിൽ തന്നെ യാത്ര അയച്ചതും ഇതൊക്കെ. അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഓൻ ഒറ്റയ്ക്കല്ലേ ഉള്ളത്, ഓന് പണിക്കും പോവും. അങ്ങനെ ആയിട്ട് എന്താണെന്നറിയില്ല, ഗൾഫിലെത്തിയതിന് ശേഷം ഓനോട് തീരെ ഒരു മൈൻഡില്ല ഈ പെണ്ണിനെ. റൂമിലാണെങ്കിൽ വേറൊരാളില്ല, അവൾക്ക് വേണ്ടി എടുത്ത റൂം, എല്ലാ സൗകര്യങ്ങളുള്ള റൂം. പക്ഷേ ഓൻ പണി കഴിഞ്ഞ് വന്നാൽ ഇവൾക്കൊരു മിണ്ടാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനത്തിൽ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു ഗൗരവത്തിലും ദേഷ്യപ്പെട്ട് മാത്രം സംസാരിക്കുക. എത്രയോ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടേക്കണ്. പക്ഷേ എന്നാലും ഒരിക്കൽ പോലും ഓനക്കൊരു തുള്ളി വെള്ളം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചോറ് വെച്ച് കൊടുക്കുക, എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കുക ഒന്നും ചെയ്തില്ല. സാധനങ്ങളൊക്കെ കൊണ്ടുപോയതുണ്ട്. പക്ഷേ ഇവൻ വരുമ്പോൾ പല ദിവസങ്ങളിലും ഒന്നും ഉണ്ടാക്കിയിട്ട് പോലും ഉണ്ടാവില്ല ഓള്. അങ്ങനെ ഇവനക്ക് സത്യം പറഞ്ഞാൽ വന്നതിന് ശേഷം കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ, പണി കഴിഞ്ഞ് വന്നതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ ഓനക്കതൊരു വിഷമമായി തോന്നി. ഓളോട് പറഞ്ഞ് അപ്പോഴും ഓളെ നല്ല സ്നേഹിച്ചു. എടി മോളെ, നീയെ കുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യണ്ട, ഇക്ക നാളെ മുതൽ ഫുഡ് കൊണ്ട് വരാം, അത് നമുക്ക് 2 കഴിക്കാം, അതല്ലേ നല്ലത്, നിനക്ക് ബുദ്ധിമുട്ടായിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷമായി. മറ്റേത് ഇക്ക വന്നതിന് ശേഷം കുക്ക് ചെയ്യലും അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്നും ഫുഡ് ഓൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ 2 പേരും ഒരുമിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ ജീവിതം. അങ്ങനെ നല്ല രീതിയിൽ. പക്ഷെ അവനോടൊരു വെറുപ്പും കാര്യങ്ങളും ദേഷ്യം തന്നെ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടും. പിന്നെയാണ് അത് മനസ്സിലായത്. ഇവളുടെ മനസ്സിൽ ഒപ്പം ജീവിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, പക്ഷെ മനസ്സിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രണയിച്ച ഒരു ചെക്കനുണ്ടത്തെ, ഓനാണല്ലോ, ഓനെയാണ് ഇവൾക്ക് വേണ്ടത്. കെട്ടിയ ചെക്കനെ വേണ്ട,
ഇവൻ്റെ എല്ലാ സൗകര്യത്തിലും ഇവൻ്റെ സമ്പത്തിലും പൈസയിലും ജീവിക്കുന്നു. പക്ഷേ മനസ്സ് കൊടുക്കുന്നത് മറ്റൊരാൾക്ക്, ശരീരം വിടും. അങ്ങനെയുള്ള ജീവിതം പോകുന്നത്. സത്യം പറഞ്ഞാൽ ഓനൊരുപാട് ഉപദേശിച്ചു. മോളെ, നിനക്ക് എന്താണ് എന്നോട് ഇത്ര വെറുപ്പ്? എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നോ. നീ എന്താ എന്നോടൊരു നല്ല സ്വഭാവത്തിലൊന്നും പെരുമാറാത്തത്? അങ്ങനെ പറഞ്ഞ് ഇവന് ഓരോ ദിവസം സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ജോലിക്ക് പോകാൻ വരെ ഓന് മനസ്സില്ലാത്തതുപോലെ. എങ്കിലും അവളെ നല്ല രീതിയിൽ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഗൾഫിൽ നിന്ന് ജോലിക്ക് പോകും. രാത്രി തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. അവളെ ഉറക്കം നടത്തിയിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. ഒരിക്കലും അവൾ പറഞ്ഞു, ഇക്ക, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല. എൻ്റെ മനസ്സിൽ വേറൊരു ചെക്കനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വല്ലാതെ ഇങ്ങനെ സ്നേഹിക്കണ്ട. സത്യം പറഞ്ഞാൽ നിങ്ങളെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണില്ല. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചൊരു ചെക്കനുണ്ട്. അവനാണ് എനിക്കിഷ്ടം. അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോയെന്ന്. അതുകൊണ്ട് ഞാൻ ഓൻ്റെ കൂടെ പോവാണ്. ഇക്ക, നിങ്ങളെ ഗൾഫിൽ കൊണ്ടുവന്നു, എനിക്കെല്ലാം നിങ്ങൾ വാങ്ങിത്തന്നു, വണ്ടി വാങ്ങിത്തന്നു, എന്നെ പഠിപ്പിച്ചു, ഒക്കെ ചെയ്തു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയണില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ഓനാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇനി ഇവിടെ അങ്ങനെ നിൽക്കാൻ എന്നെക്കൊണ്ട് വയ്യ. എനിക്ക് അവനാണ് ഇഷ്ടം. അത് കേട്ടപ്പോൾ ഈ ചെക്കൻ പൊട്ടി കരഞ്ഞത്രേ. കാരണം ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചോര നീരാക്കി. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുത്തു. എല്ലാം കൊണ്ടുപോയി കൊടുത്തു. അവളുടെ ഇഷ്ടം എന്താണ് അത് ഞാൻ നേടിക്കൊടുത്തു. അതെന്തൊക്കെ തന്നെയായാലും അവൾ എന്താണ് അവളുടെ വായിൽ നിന്ന് വീഴുന്നത് അത് അവളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ അവസാനമായി അവൾ എന്നോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ലായിരുന്നു. എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ചെക്കന് ഇഷ്ടമാണ്, എനിക്ക് അവനെ കല്യാണം കഴിക്കണം എന്നാണ്. പക്ഷേ ആ ഒരു വാക്ക് കേട്ടപ്പോൾ എത്രമാത്രം തകർന്നിട്ടുണ്ടാവും. സങ്കടത്തോടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്, ഉമ്മാക്ക് വിളിക്കുകയാണ്. ഉമ്മ, അവൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നെ ഇഷ്ടമല്ല, ഓളെ കൂടെ പഠിച്ചൊരു ചെക്കനുണ്ട്, ഓൾക്ക് അവനെ മതിയല്ലോ. അപ്പോൾ ഈ ഉമ്മ എന്താ പറഞ്ഞതെന്നോ, മോനെ, ഈ ഓൾ എത്രയും കൊല്ലം പഠിപ്പിച്ച് ഓളെ പഠനമൊക്കെ പൂർത്തിയാക്കി കോഴ്സ് കംപ്ലീറ്റ് ആക്കി കൊടുത്ത് ഓൾക്ക് ലൈസൻസ് എടുത്ത് കൊടുത്ത് ഓൾക്ക് വാഹനം വാങ്ങിക്കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്, എന്നിട്ടും അതൊക്കെ ചെയ്ത് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ എന്നെ വേണ്ടല്ലേ? എന്തൊരു ഇതാണ്. അങ്ങനെ തന്നെ അവൾക്ക് ആദ്യം തന്നെ പോയിക്കൂടേനോ? എന്നാൽ എൻ്റെ കുട്ടി ഇത്ര വിഷമിക്കുമായിരുന്നോ? ഉമ്മ, എന്നോട് എന്നും ഓൾ അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരിക്കലും നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. ഞാൻ എപ്പോൾ വരികയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തേ എനിക്ക് തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നും പാർസൽ കൊണ്ടുപോയി കൊടുക്കും. അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് അത്രക്കും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ നോക്കി ഉമ്മ. എന്നിട്ട് ഓളിനോട് അവസാനം പറഞ്ഞ ആഗ്രഹം അതാണ്. ഞാൻ എന്തും ചെയ്യാം മോനെ, സാരില്ല. അപ്പോഴേക്കും പെങ്ങന്മാരെല്ലാം ഇവനെ വിളിക്കാൻ തുടങ്ങി. പെങ്ങന്മാരെല്ലാം സങ്കടത്തോടെ പറഞ്ഞു, മോനെ, എൻ്റെ കുട്ടികൾ വിഷമിക്കണ്ട, പഠിച്ചവൻ്റെ വിധിയല്ലേ, അനക്ക് അതിനേക്കാളും ഹയറായത് പഠിച്ചോൻ തരും. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ പെങ്ങന്മാർക്ക് കഴിഞ്ഞുള്ളൂ. അവസാനം അതാ അവൾക്ക് ടിക്കറ്റ് എടുക്കുകയാണ്. അവന് തന്നെ വിട്ട് പോവുകയാണല്ലോ. താൻ ഇതുവരെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ വിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോവുകയാണ്. അവൻ ആ ടിക്കറ്റ് എടുക്കുമ്പോഴെല്ലാം അവന് വളരെയധികം സങ്കടത്തിലായിരുന്നു. അല്ലാ, എന്തിനാണ് എനിക്കിവിടെ ഇങ്ങനെ ഒരു ജീവിതം? ഇനി എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കണേ? ആർക്ക് വേണ്ടി? ഞാൻ ഇത്രയും ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ മറ്റൊരുത്തൻ്റെ കൂടെ പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അവൾ പോകണമെന്ന് വാശി പിടിക്കുകയാണ്. ഇവിടെ എന്നാൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. ചില പെൺകുട്ടികൾക്ക് പല സ്വഭാവങ്ങളും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തു കഴിഞ്ഞാൽ അതിലേറെ കഷ്ടപ്പെടും. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ഉറക്കമില്ലാത്ത ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അവന്. അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, മോളെ, ഇക്കയെ നീ മറക്കുകയാണോ? നീ പോവുകയാണോ ഇക്കയെ വിട്ട്? നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്നിട്ടില്ലല്ലോ. നിനക്ക് വേണ്ടിയാണ്. നിനക്ക്
എന്തൊക്കെ സന്തോഷങ്ങൾ തരാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. നിൻ്റെ പഠനം അതെല്ലാം നീ പൂർത്തിയാക്കി. നിനക്കുള്ള വാഹനം അത് ഞാൻ വാങ്ങിച്ചു തന്നു. നിനക്കിഷ്ടപ്പെട്ട എന്തൊക്കെ എന്നോട് ചോദിച്ചു അതെല്ലാം നിനക്ക് തന്നു. പക്ഷേ അവസാനമായി മോളെ നീ എന്നോട് ചോദിച്ചത് എൻ്റെ ഹൃദയം പൊട്ടിപ്പൊളിയുകയാണ്. അത് എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ആ സമയം അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇക്ക, ശരിയാണ്, നിങ്ങൾ എനിക്ക് എല്ലാം വാങ്ങി തന്നിട്ടുണ്ട്. ലൈസൻസ് എടുത്ത് തന്നു, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പഠനം പൂർത്തിയാക്കാനുള്ള ക്യാഷ് മുഴുവൻ തന്നു, പിന്നെ വാഹനം വാങ്ങിച്ചു തന്നു, എല്ലാം എനിക്ക് തന്നു, എല്ലാം എൻ്റെ പേരിലുമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിലൊരാളുണ്ട് ഇക്ക. ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ ശരീരവും മനസ്സവിടെയും വെച്ചിട്ട് നിങ്ങളെ വെറുതെ ചതിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കിഷ്ടം എൻ്റെ കൂടെ പഠിച്ച അവനെ തന്നെയാണ് ഇക്ക. നിങ്ങളോട് എനിക്ക് സ്നേഹം ഉണ്ട്, പക്ഷേ ഒരു ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഇണ എന്നുള്ളൊരു സ്നേഹം എനിക്കിതുവരെ നിങ്ങളോട് തോന്നിയിട്ടില്ല. സത്യമാണ് ഞാൻ പറയണത്. ക്യാഷിൻ്റെ കാര്യത്തിനൊക്കെ നിങ്ങളെനിക്ക് ആവശ്യമായി വന്നു, ശരിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് അവൻ്റെ കൂടത്തുള്ള ജീവിതമായിരിക്കും ഒന്നും കൂടി ഹാപ്പിന്ന്. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് ചെയ്ത് തരണം. അതെല്ലാം കേട്ടപ്പോൾ അവൻ പൊട്ടി പൊട്ടി കരയുകയാണ്. എയർപോർട്ടിലേക്ക് അവളെ അതാ പിക്ക് ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയം കലങ്ങി മറിയുകയായിരുന്നു. പഠിച്ചോനെ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ മരുഭൂമിയിൽ ജീവിതം കഴിക്കുന്നത്? അവൻ്റെ ഹൃദയം ആകെ തകർന്നു പോയിരുന്നു. അവസാനമായി അവൾ ആ ടാറ്റ നൽകിക്കൊണ്ട് അതാ എയർപോർട്ടിനകത്തേക്ക് പോകുമ്പോൾ എല്ലാം തകർന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് ഇവൻ ഈ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെടുകയാണ്. അവൾ കയറിയ ഫ്ലൈറ്റ് ഇതാ ഉയർന്നു പൊങ്ങുന്നു. സാധാരണയായി ഭാര്യമാർ നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഹൃദയം പൊട്ടിക്കരയാറുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ പ്രിയപ്പെട്ടവളെ ഇനി എന്ന് കാണും, ഇനി അവളുടെ അടുക്കലേക്ക് എന്ന് എത്തിച്ചേരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാൻ അത്രയധികം സ്നേഹിച്ച എൻ്റെ പെണ്ണ് പോകുന്നത് മറ്റൊരുത്തൻ്റെ അടുക്കലേക്കാണ്. ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച അവളെ എനിക്കിനി കിട്ടില്ലല്ലോ. എൻ്റെ ഭാര്യാസ്ഥാനത്ത് നിന്ന് അവൾ ഒഴിയുകയാണത്രേ. തൊലാക്ക് ചെയ്യാൻ അവൾ ആവശ്യപ്പെടുന്നു. അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകണം എന്നാണ് പറയുന്നത്. അതാണ് ഇവൻ്റെ അവസ്ഥ. കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ അനുഭവപ്പെടുകയാണ്. എയർപോർട്ടിൽ വെച്ച് എവിടെയൊക്കെ വീഴാൻ തോന്നുന്നു. പഠിച്ചോനെ, എന്ത് ചെയ്യും? ഞാനിനി എന്തിനാണ് റൂമിലേക്ക് പോകുന്നത്? അവളില്ല. പക്ഷേ നാട്ടിൽ ഉമ്മയുടെ അടുക്കലേക്ക് അവൾ പോകും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടും അല്ലല്ലോ അവൾ പോകുന്നത്. അവൻ്റെ കൈകാലുകൾ തളരുന്നു. അവൻ എങ്ങനെയൊക്കെയോ വാഹനം ഓടിച്ചുകൊണ്ട് റൂമിലെത്തുന്നു. വീട്ടിലേക്ക് ഉമ്മാക്ക് വിളിച്ച് പൊട്ടിക്കരയുന്നു. ഉമ്മ, അവൾ പോയുമ്മ. മോനെ, പോയോ? ആ ഉമ്മ, അവൾ പോയി. നമ്മളെ വീട്ടിലേക്ക് അവൾ വരില്ല. അവൾ വേറെ ആരുടെ കൂടെയാണ് പോകുന്നത്. തൊലാക്ക് ചെല്ലാൻ വേണ്ടി അവൾ ആവശ്യപ്പെട്ടു. ഉമ്മ, ഞാൻ എന്ത് ചെയ്യാ? ആ മകൻ ഹൃദയം പൊട്ടിക്കരയുകയാണ്. ഉമ്മ, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ ആർക്ക് വേണ്ടി? മോനെ, എൻ്റെ പൊന്നു മോനെ, ഈ മോൻക്കിതാ ഈ ഉമ്മ ഉണ്ട്, നിൻ്റെ പെങ്ങന്മാരുണ്ട്, നിൻ്റെ അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എൻ്റെ മോനെ നാട്ടിലേക്ക് പോര്, വാ, നമുക്ക് ഇവിടെ നിൽക്കാമല്ലോ. അവൾ പോണെങ്കിൽ പോട്ടടാ. ചതിയത്തിമാരൊന്നും നമ്മളെ കൂട്ടത്തിൽ വേണ്ട. നമുക്ക് നല്ല പെൺകുട്ടികളെ പഠിച്ചോൻ തരും. അല്ലെങ്കിലും അതൊക്കെ ഒഴിഞ്ഞു പോകുന്ന നല്ലത്. പഠിച്ചോനെ, കുട്ടികളൊന്നും ആകാത്ത നന്നായി. ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ കുട്ടി അതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. എന്നാലും മോനെ, എൻ്റെ കുട്ടി ഭാഗ്യമുള്ളതാണ്. എൻ്റെ കുട്ടി അധിക കാലമൊന്നും ജീവിച്ചിട്ടില്ലല്ലോ ഉമ്മ. എന്നാലും 3-4 വർഷം എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയുമ്മ? എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു അവളെ. മോനെ, മോനെ, എൻ്റെ മോന് കരയല്ലേ. എൻ്റെ മോൻ തൊട്ടടുത്തില്ലല്ലോ, അങ്ങ് ദൂരെയല്ലേ. എൻ്റെ മോൻ ഒരിക്കലും കരയല്ലേ. ആ മകൻ സങ്കടപ്പെട്ട് അതാ അവിടെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടക്കുകയാണ്. ഉമ്മ പലയിടത്തേക്കുമായി ഫോൺ ചെയ്യുന്നു, കുട്ടിയെ ഒന്ന് പോയി നോക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ അവനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാക്കി, ടെൻഷൻ താങ്ങാൻ കഴിയാത്തത് കൊണ്ട്. അങ്ങനെയാണ് സ്ഥിതി. ജമീല, ഈ പറഞ്ഞത് സത്യാനുടെയൊക്കെ താത്ത? സത്യമാണ്, നടന്ന സംഭവമാണ്, ഒരിക്കലും നടന്നതല്ല എന്ന് ഞാൻ പറയില്ല. അനുഭവമുള്ളതാണ്. ഇപ്പം ആ കുട്ടി കുറേയൊക്കെ മൈൻഡ് റെഡിയായൊക്കെ വന്ന്
ഇൻഷാ അല്ലാ നാട്ടിലേക്ക് എത്തിക്കാണ്. ടെൻഷന് മനസ്സിലേക്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ വല്ലാത്ത ഇടങ്ങാറാണ്. എന്നാലും താത്ത നമ്മൾ കഴിച്ചിലേക്കണേ. ക്ഷാമവും കാണാനൊന്നും പോയിട്ടില്ലല്ലോ. അതിൻ്റെ മുമ്പ് തന്നെ ഇത് അറിഞ്ഞല്ലോ. ഒരു പക്ഷേ നിക്കാഹും കല്യാണം കഴിഞ്ഞിരിക്കുകയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഉമ്മയും ജമീല താത്തയും കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണെന്ന് ഷമ്മാസ് ദൂരെ നിന്ന് കണ്ടു. ഉമ്മ കണ്ണു തുടക്കുന്നുണ്ടല്ലോ, എന്താ പഠിച്ചോനെ? ഷമ്മാസ് പെട്ടെന്ന് ഓടി അവിടെ എത്തി. ഉമ്മ എന്തു പറ്റി? ഒന്നുമില്ല മോനെ, ഓരോ കഥ ഇങ്ങനെ പറഞ്ഞതേ ജമീല താത്ത. മോനെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. എന്തു പറ്റി ഉമ്മ? ഒന്നുമില്ല മോനെ, വാ കയറിക്കോളി. ഉമ്മ ഫുഡ് എന്തെങ്കിലും കഴിക്കാം. മോനെ കുറച്ച് അപ്പുറത്ത് നിർത്തിക്കൊന്നാൽ. അങ്ങനെ അവർ വാഹനത്തിൽ കയറി വീണ്ടും യാത്രയായി. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് അത് ഏറെക്കുറെ മനസ്സിലായിരുന്നു. താൻ പെണ്ണ് കാണാൻ പോകുന്ന പെണ്ണ് അത് മറ്റൊരുത്തരുമായി എന്തൊരു കണക്ഷനോ അല്ലെങ്കിൽ അവൾ വേണ്ടെന്ന്, കല്യാണം വേണ്ടെന്നോ, എന്നെ ആരും കാണാൻ വരണ്ട എന്നോ അങ്ങനെ സമ്മതിപ്പിച്ചതായിട്ട് ആണ് ആ ഒരു ഫോൺ കോളിലൂടെ ഷമ്മാസിന് മനസ്സിലായി. ഷമ്മാസ് 100 വട്ടം അൽഹംദുലില്ലാ പറഞ്ഞു. പഠിച്ചവനെ സ്തുതിച്ചു. പഠിച്ചവനെ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. എൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം അത് നീ എനിക്ക് തരണേ. ഷമ്മാസ് വളരെയധികം ഹാപ്പിയായി കണ്ടു. ഉമ്മക്ക് ചെറിയൊരു ഡൗട്ട്. പഠിച്ചവനെ, ഇവൻ അറിഞ്ഞിട്ടില്ലേ എൻ്റെ കുട്ടി? ഓനെ നല്ല സന്തോഷത്തിലാണല്ലോ. ഉമ്മയാണെങ്കിൽ നല്ല ദുഃഖത്തിലും. ഉമ്മ എന്താ ഉമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഹാപ്പി അല്ലാതെ? മോനെ, എൻ്റെ കുട്ടി ഹാപ്പിയാണല്ലോ, അത് മതി. ഉമ്മ, അത് പിന്നെ നമ്മൾ ഹാപ്പി ഇല്ല ഞാൻ പറ്റുമോ? നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം, ഫുഡ് എന്തെങ്കിലും കഴിക്കാമല്ലേ? സത്യം പറഞ്ഞാൽ ഷമ്മാസിന് വളരെയധികം സന്തോഷമായിരുന്നു. ഉമ്മയെ കൂടി ആ ടെൻഷനൊന്ന് മാറ്റണം. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, ഞാൻ ഉമ്മയോട് പറയാറില്ലേ ദീനുള്ള പെണ്ണിനെ കണ്ടുപിടിക്കണതാണ്, അവരെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന്. അല്ലാത്തതൊക്കെ വരുമ്പോഴേ പഠിച്ചവനത് പെട്ടെന്ന് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കും. അതാണ് സംഭവം. മോനെ, എൻ്റെ മോനെ, ഇനിയിപ്പോൾ ഈ കാലത്ത് എവിടെ നിന്നാടാ അങ്ങനത്തെ ഒക്കെ കിട്ടുക? ഉമ്മ, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ദീനുള്ള എത്ര പെൺകുട്ടികളുണ്ടാവും ഉമ്മ. നമ്മളീ കാണുന്നത് മാത്രമല്ല കേട്ടോ പെൺകുട്ടികൾ. ഈ ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്നവർ മാത്രമല്ല, നല്ല നല്ല കുട്ടികളുണ്ടാവും, നല്ല സ്വാലിഹായ മക്കളുണ്ടാവും ഇൻഷാ അല്ലാ. ജമീല താത്ത പറഞ്ഞു, താത്ത ഓൻ്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുണ്ടാക്കിക്കാളി. മറ്റേത് കുറേ സമ്പത്തും സ്വത്തും മുതലും നോക്കിയിട്ട് അതിപ്പോൾ ഓനക്കാവൊന്നും ഇഷ്ടമില്ലല്ലോ. ഓന് ദീനിയായ ഒരു പെൺകുട്ടീനല്ല ഇഷ്ടം. അതേപോലെ തന്നെ ഉണ്ടാക്കിക്കാളി. എന്നാൽ പിന്നെ ഓനക്കും ഒരു സന്തോഷമാവുമല്ലോ. ജമീല, ആയിക്കോട്ടെ, ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മോനെ, എൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നല്ല ദീനുള്ള കുട്ടികളെ കിട്ടുകയാണെങ്കിൽ എൻ്റെ മോന് അതിനോട് പറയണം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാ അത് നടത്തണമെന്ന്. താത്ത, അറബി കോളേജിലൊക്കെ ഉണ്ടാവും കുറേ ഹിജാബ് ധരിച്ച പെൺകുട്ടികളൊക്കെ, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ആ, അങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ? ശരിയാണ് ഉമ്മ, അത് വേണ്ട. ശരിയാണ്, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ നിക്കാബൊക്കെ ധരിച്ചുകൊണ്ട് ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് നല്ല പെൺകുട്ടികളായിരിക്കും. അതവരുടെ യൂണിഫോമാണുമ്മ. ആ ഒരു യൂണിഫോം ആകുമ്പോൾ അവർക്ക് അത് ആ ഒരു കോളേജിൽ വരുമ്പോൾ മാത്രം ധരിക്കുന്നവരുണ്ടാവും. അല്ലാതെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഫാഷൻ വസ്ത്രങ്ങളൊക്കെ ധരിക്കും. ഇത് ആ ഒരു സ്ഥാപനത്തിൻ്റെ അച്ചടക്കത്തിന് വേണ്ടി മാത്രം അവരുടെ യൂണിഫോമായിട്ട് ധരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെയല്ലോ ആഗ്രഹിക്കുന്നത്. ഫാഷൻ ലോകത്തെ ജീവിക്കുന്ന കുട്ടികൾക്കിടയിൽ കൂടി നല്ലൊരു ദീനിയായ പെൺകുട്ടിയുണ്ടെങ്കിൽ അതായിരിക്കും. അതവൾ ഒരിക്കലും യൂണിഫോമിന് വേണ്ടി അല്ല, ഒരു അന്യപുരുഷനിൽ നിന്ന് തൻ്റെ ശരീരം രക്ഷിക്കുവാൻ വേണ്ടി. അതാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നടക്കുന്നവർ. അല്ലാതെ സ്ഥാപനത്തിൽ വളരുന്ന ഒരുപാട് മോശം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കും മിക്ക കുട്ടികളും. അവിടുത്തെ ഒരു യൂണിഫോം എന്നുള്ള രീതിയിൽ ആ ഒരു കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ വേറെ ഫാഷൻ ലോകത്തേക്ക് മാറി. അങ്ങനെയല്ല ഉമ്മ, എപ്പോഴും നല്ല രീതിയിൽ ദീനിയായി നടക്കുന്ന പെൺകുട്ടികളാണ് എനിക്കിഷ്ടം. അതാണുമ്മ എൻ്റെ ആഗ്രഹം. മോനെ അങ്ങനത്തെയൊക്കെയാണോ ആഗ്രഹിക്കണത്? ആ, ഇൻഷാ അല്ലാ നോക്കട്ടെ കേട്ടോ. അത് ഞങ്ങളെ കുടുംബത്തിൽ ഒന്നങ്ങനെ ഉണ്ട്. അത് കേട്ടപ്പോൾ ഷമ്മാസിനെ വീണ്ടും ഭയമായി. ഹേയ് താത്ത, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസത്തിന് വേണ്ട. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ
അതിൻ്റെ ടൈമാകുമ്പോൾ അള്ളാഹു നമുക്കിങ്ങോട്ട് എത്തിച്ചു തരും ഇൻഷാ അല്ലാ. അതിനുവേണ്ടി പ്രത്യേകിച്ച് ആലോചിക്കൊന്നും വേണ്ട കേട്ടോ ജമീല താത്ത. എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കണ്ട കേട്ടോ. അത് ഇൻഷാ അല്ലാ അതിൻ്റെ സമയമാകുമ്പോൾ ഒക്കെ റെഡിയാവും. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആയിക്കോട്ടെ മോനെ. എന്നാലും അങ്ങനെ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ട് പോണ് കാണാൻ എന്തോ ഒരു രസമാണ്. ആ കുട്ടികളെ കണ്ണെന്നെ കാണുന്നത് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഓല ഹിജാബൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കിയാലേ അതും എവിടെയും കാണാത്ത, ആരും കാണാത്ത ആ ഒരു സൂര്യപ്രകാശം തട്ടാത്ത മുഖം എന്ത് ഭംഗിയായിരിക്കും. നല്ല രസമല്ല പെൺകുട്ടികളെ കാണാൻ. അല്ലാത്തവർ എത്ര ഓപ്പണാക്കി പോയാലും മുഖം ഒരു രസം ഉണ്ടാവില്ല. ഇതിങ്ങനെ മറച്ച് വെച്ച ആ ഭാഗം കാണാൻ നല്ല രസമാണ്. ഷാമോനെ അങ്ങനത്തെ കണ്ടെന്നാൽ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. എൻ്റെ പൊന്നു താത്ത, നിങ്ങൾ അന്വേഷിക്കണ്ട. കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ വഴിക്ക് വന്നോളും. എനിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കല്യാണമൊന്നും ആലോചിക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ മോനെ, മോൻ്റെ ഇഷ്ടം പോലെ ജമീല താത്ത പറഞ്ഞു. അന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷമ്മാസ് രാത്രി വീട്ടിലെത്തിയത്. ഹോ അൽഹംദുലില്ലാ, പഠിച്ചോനെ, ഇന്ന് എത്ര ടെൻഷനായ ദിവസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്ര ടെൻഷൻ വന്ന ഒരു ദിവസമില്ലായിരുന്നു. എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഉമ്മയാണെങ്കിൽ പിണക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യുക? അള്ളാഹു എന്നീ കാത്തു റഹ്മാനെ. ആ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടി അതാ ഷമ്മാസ് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകണം ഇൻഷാ അല്ലാ.